രണ്ടാമത്തെ മകന് ഇപ്പോൾ പ്ലസ് ടുവിലാണ്. പ്ലസ് വണ്ണിൽ ആദ്യത്തെ പരീക്ഷയിൽ അവന് 10-ൽ താഴെയായിരുന്നു എല്ലാ വിഷയത്തിനും മാർക്ക്. ഞാൻ വളരെയേറെ വിഷമിച്ചു. എന്നെ ടീച്ചർമാരെല്ലാവരും വിളിച്ച് വഴക്ക് പറഞ്ഞു. ഞാൻ അവിടുന്ന് അവൻ്റെ സ്കൂളിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എന്നെ അമ്മ മാതാവേ, ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്, ഞങ്ങളെല്ലാവരും കുടുംബസമേതം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്, എന്ത് പറ്റിയെന്ന് അറിയില്ല മാതാവേ, എന്നോട് ക്ഷമിക്കണേ, എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. ഇവിടെ വന്ന് ഞാൻ എല്ലാ പ്രാവശ്യവും വരുമ്പോൾ അവനെയും കൊണ്ട് എല്ലാ മാസവും ഞാൻ വരുമായിരുന്നു. എല്ലാ മാസവും വന്നു. അതുപോലെ പ്രാർത്ഥിച്ചു. അവൻ്റെ എക്സാമുകൾക്കൊക്കെ പോകുമ്പം ഇവിടുന്ന് കിട്ടുന്ന ഉടമ്പടി ഉപ്പ് ഞാൻ കയ്യിലെടുത്തുകൊണ്ട് കുറച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അവൻ്റെ ക്ലാസ് മുറിയിൽ ഇടാൻ പറയും. അവനിട്ടിരുന്ന് വന്നിട്ട് രണ്ടാമത്തെ എക്സാമിന് വന്നപ്പോഴത്തേനും അവന് നല്ല മാർക്കുണ്ടായിരുന്നു. ടീച്ചർമാരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവന് ഫൈനൽ എക്സാം വന്നു. ഫൈനൽ എക്സാമിന് അവന് 80% മുകളിൽ എല്ലാ വിഷയങ്ങൾക്കും മാർക്കുണ്ട്. ഇവിടുന്ന് അച്ഛൻ വെഞ്ചിരിച്ച കാശ് രൂപം തന്ന് അവന് നെറ്റിയിൽ തൂത്തി പ്രാർത്ഥിച്ചിരുന്നു. അതിന് ശേഷമാണ് അവൻ എക്സാം എഴുതാൻ പോയിരുന്നത്.